പെരിങ്ങോട് എന്ന നമ്മുടെ നാടിനെ അറിവിൻ്റെ വെളിച്ചം പകരുകയും നാടിൻ്റെ കലാസാംസ്കാരിക രംഗത്തെ സമ്പന്നമാക്കുകയും ചെയ്ത പൂമുള്ളിമല. അറിവിൻ്റെ തമ്പുരാൻ, ആറാം തമ്പുരാൻ എന്നൊക്കെ നമ്മൾ ആദരവോടെ പ്രകീർത്തിക്കുന്ന ആരാധ്യനായ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ അനുസ്മരണവും സ്മാരക വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ഈ വേദിയിൽ ആരംഭിക്കും. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എന്നിലെന്നും കൂടിയിരിക്കണമേ. എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നിലെന്നും കൃപ ചൊരിയണമേ. പൂമുള്ളി ആറാം തമ്പുരാൻ വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണ വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് എന്തൊരു വിദ്യ ആയാലും അതിൻ്റെ പൂർണ്ണതയിലെത്താൻ, എന്ത് വിഷയമായാലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ 4 ഘട്ടങ്ങളുണ്ടെന്നാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. അധീതി, ബോധം, ആചരണം, പ്രചരണം. അധീതി എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള അറിവ്. പൂമുള്ളി ആറാം തമ്പുരാൻ അദ്ദേഹമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് പോലെ അറിയാൻ വേണ്ടി ആഴത്തിലുള്ള അറിവ്. ബോധം എന്ന് പറയുമ്പോൾ മനനം, ഓരോ പഠിച്ച കാര്യങ്ങളും വിചിന്തനം ചെയ്ത് എൻ്റെ അർത്ഥം മനസ്സിലാക്കുക. പഠിക്കണു, പരീക്ഷ എഴുതണു, മറക്കണു, അങ്ങനെയല്ല. ആഴത്തിലുള്ള അറിവിനെ സ്വയം മനനം ചെയ്യുക എന്നുള്ളതാണ് ബോധം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കുറെ കൂടി വിപുലപ്പെട്ടു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അത് പറയാൻ മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. അതായത് ആയുർവേദം എന്ന ഈ ചികിത്സാ മുറ കാലാനുസൃതമായി ഇനി അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് സാധ്യമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി SNA ഔഷധശാലയുടെ ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ അഷ്ടവൈദ്യൻ PTN വാസവൻ മൂസിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഭാരതീയ വൈദ്യശാസ്ത്രങ്ങളുടെ എല്ലാം ഒരു വലിയൊരു കേന്ദ്രം, ഇതിൻ്റെ ഒരു വിജ്ഞാന കേന്ദ്രമായിട്ട് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പൂമുള്ളി എന്നത്. എല്ലാ വിദ്യകളും കണ്ടും കേട്ടും, അതായത് കേട്ട് വരെ, ഇപ്പോൾ ചർലിപ്പുറ ആയാലും അദ്ദേഹം കേട്ടിട്ടാണത് പഠിക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്ന് ഇരിക്കുക ചെയ്യുന്നത്. അതുപോലെ കാളകൂട്ടാണെങ്കിലും കണ്ട് അനുഭവിച്ചിട്ടാണ് പഠിക്കുന്നത്. നായാട്ടിനൊക്കെ സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റുമോ? എങ്ങനെ നായാട്ട് എന്നുള്ളത്? അത് നായാട്ടിന് പോകുക തന്നെ വേണം, നായാട്ടിന് പോകണം. ആനകളുടെ വിദ്യ അവിടെ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ലോകത്തിലെവിടെയും പഠിപ്പിക്കുന്നില്ല ഈ ആനകളുടെ. അപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം തന്നെ പറയും, ഇപ്പോൾ ഈ ഹസ്ത്യായുർവേദം ഒന്നും അറിയുന്ന ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നിവിടെ ആവണപ്പറമ്പ് പോരാ, അങ്ങനെയല്ല അതിൻ്റെ ഒരു വിഷയം. അപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരുമില്ലാത്ത വിഷയങ്ങൾ അതിൽ അദ്ദേഹമാണ് നിഷ്ണാതനായിട്ടുള്ള ഒരാളാണെന്നാണ് ഖ്യാതി. അദ്ദേഹം തന്നെ പറയണു ആരുമില്ലെന്ന്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനെ നിഷ്ണാതരായിട്ടുള്ള ആൾക്കാർ പൂർണ്ണമായിട്ട് ഈ ഹസ്ത്യായുർവേദം പഠിച്ച് അതിൽ തെളിമ ആയ ആൾക്കാരാരുമില്ല, അതിൽ പൂർണ്ണരായിട്ടുള്ള ആൾക്കാരും ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആരോ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അറിയില്ല. 64 കലകളാണോ ശ്രീരാമൻ സാറുള്ളത്? 64 കലകളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ 64 കലകളും അഭ്യസിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് ലീലാകൃഷ്ണൻ തമ്പുരാനെ അറിവിൻ്റെ തമ്പുരാൻ എന്ന് പറയാൻ കാരണം. കന്നുകൂട്ടിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം, നായാടിനെ കുറിച്ച് അറിയാം, സംഗീതം അറിയാം, രാഷ്ട്രീയം അറിയാം, മീമാംസ അറിയാം, ആനവൈദ്യം അറിയാം, വിഷവൈദ്യം അറിയാം, മനുഷ്യ ചികിത്സ അറിയാം. ഇങ്ങനെ തുടങ്ങി ആയോധന കലകളറിയാം,
ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അറിവിൻ്റെ തമ്പുരാൻ തന്നെയായിരുന്നു. ഓർമ്മച്ചിപ്പു തുറക്കുമ്പോൾ ഓർക്കുവാനേറെയുണ്ടഹോ, ആഴിക്കു ആഴമേറുമ്പോൾ ആരാമൻ കേമനായിടും പെരുങ്ങോടിൻ പ്രകീർത്തിക്കൂ പൂമുള്ളി മനസാർത്ഥമായി ആചാര്യൻ ശ്രീ നീലകണ്ഠൻ അറിവിൻ തമ്പുരാനഹോ. പക്ഷെ അന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു സത്യത്തിൽ മുമ്പേ തന്നെ. പക്ഷെ അദ്ദേഹമൊക്കെ വലിയൊരു ശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ഒരാളുടെ ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ഒപ്പം ഇരിക്കാനോ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും അദ്ദേഹം അതിനെ നിർബന്ധമായിട്ടും വിളിച്ചപ്പോഴാണ് അപ്പോഴാണ് ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം, അത്രയ്ക്ക് ഉണ്ടോ ഞാൻ എന്ന് തോന്നിയത്. ഇപ്പം ഈ അവാർഡ് കിട്ടിയപ്പോഴും അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. മനുഷ്യന്മാർക്ക് ഭാഗ്യം എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാണ്. ചിലക്ക് ലോട്ടറി കിട്ടുന്നതായിരിക്കും, ചിലക്ക് സ്ഥാനമാനങ്ങളായിരിക്കും, പേരായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ ആയുർവേദ സമാജത്തിൽ അന്ന് സെക്രട്ടറി ആയിരുന്ന മുരളി, അവിടെ ഒരു പാനലുണ്ട്, അതിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടതാണ്. ആയുർവേദത്തെക്കുറിച്ച് ഒന്നും അറിയാതെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്ന് യാതൊരു വിവരമില്ലാതെ അവിടെ ചെന്നപ്പോൾ കാണുന്നത് കുറേ വലിയ മനുഷ്യരെയാണ്. പെരുങ്ങാട്ടുകാരിയാണ് എന്നതിലും പൂമുള്ളി മനയുടെ അടുത്താണ് എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും ബഹുമാനമാണ് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ തൈക്കാട്ട് ദിവാകരൻ മൂസ് അവർകൾക്കും ഡോക്ടർ ആനന്ദ് മോഹൻ അവർകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ, അതായത് പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഒരുമിച്ച് കൊണ്ടുവന്ന് വ്യക്തിയുടെ ആരോഗ്യം മാത്രം ലക്ഷ്യം കണ്ട് അതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഡിസിനാണ്, ഒരു കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ.